ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും എൻ്റെ ഇത് മുബാറക് ആശംസകൾ, എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ. ഹാപ്പി. അപ്പോൾ 2-3 ആൾക്കാരെ ട്രീറ്റൊക്കെ ഉണ്ട്, വെയിറ്റ് അടെത്തണം. അപ്പോൾ പെരുന്നാളായിട്ട് ഒരുപാട് പടങ്ങൾ ഇറങ്ങുന്നു, ഒരുപാട് പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ആടുജീവിതമൊക്കെ കാണാൻ വേണ്ടി ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ കൂട്ടുകാരന്മാർ നോമ്പ് കഴിഞ്ഞിട്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും നാളൊക്കെ ആയിട്ട് കാണും. അത് കഴിഞ്ഞ് നാളെ മലയാളത്തിന്റെ ബിഗ് ഡേ ആണ്. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു 3 പടങ്ങൾ വരുന്നുണ്ട്. നമ്മൾ ഓൾറെഡി 3 കാണും. ഒരു ഫാൻ ഷോ ഓൾറെഡി വർഷങ്ങൾക്ക് മുമ്പ് 8 മണിയുടെ ഷോ നമ്മൾ കാണും. അതിനുശേഷം മാറ്റ്നി, ഫസ്റ്റ് 3 പടത്തിന്റെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ അപ്ഡേറ്റ് ചെയ്യുന്ന ആളെ. അപ്പൊ സത്യം പറഞ്ഞാല് കുറച്ച് കാലങ്ങളായിട്ട് വളരെ ഹാപ്പിയാണ്. കാരണം എന്താ വെച്ചാൽ പണ്ടെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ മലയാളത്തിൽ പടം വന്നു കഴിഞ്ഞാൽ അടുത്ത പടത്തിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യും. പിന്നെ അതിൻ്റെ ഇടയിൽ കുറെ പടങ്ങൾ വലിയ പ്രതീക്ഷ ചിലപ്പോൾ ചില പടങ്ങൾ കിട്ടും, നല്ല പടമായിട്ട് കിട്ടും. ഇപ്പൊ രോമാഞ്ചം പോലത്തെ പടങ്ങളൊക്കെ പ്രാവശ്യം കിട്ടിയാണ് പ്രതീക്ഷിക്കാണ്ട് കിട്ടിയൊരു പടമാണ് അതൊക്കെ. ഇത്രയും വലിയ ഹിറ്റുകൾ അങ്ങനെ ചെറിയ ചെറിയ പടങ്ങൾ, ജാനേമൻ പോലത്തെ പടങ്ങളൊക്കെ നമ്മൾ മമ്മൂട്ടി, മോഹൻലാലിന്റെയും ദുൽഖറിന്റെയും നിവിന്റെയും രാജുവിന്റെ ഒക്കെ പടങ്ങൾ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഫഹദ് ഫാസിലിന്റെ ഒക്കെ പടങ്ങൾ, ഇങ്ങനത്തെ പടങ്ങളൊക്കെ ചിലപ്പോൾ ഹിറ്റായി പോകാറുണ്ട്. ഷൈനികത്തിന്റെ പടങ്ങൾ, RDX പോലുള്ള പടങ്ങളൊക്കെ, പെപ്പ. അപ്പൊ അങ്ങനത്തെ പടങ്ങളാണ് ഹിറ്റ് ആവുക. അല്ലെങ്കിൽ നമ്മളൊരു മലയാളത്തിൽ 5-8 പടങ്ങളൊക്കെയാണ് കൊല്ലത്തിൽ വരും. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്യുന്ന പടങ്ങളുടെ എണ്ണം ഒരു മാസം തന്നെ 4-5 പടങ്ങൾ. അവിടെ ഇൻഡസ്ട്രി 2024 എത്തി നിൽക്കുന്നത് 3 കോടി 300 കോടി അടിച്ചു കഴിഞ്ഞു. ഒരു 200 കോടി. ഇനി അടുത്തത് ഈ നാളെ മറ്റന്നായിട്ട് ലോഡിങ് ഉണ്ട്. അതിനെ കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു, കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും കാണും. അപ്പൊ പിന്നെ പണ്ടത്തെ ഒരു പ്രതീക്ഷ എന്താ വെച്ചാൽ, അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ തമിഴ് പടങ്ങൾ, കന്നഡ പടങ്ങൾ, തെലുങ്ക് പടങ്ങൾ അതൊക്കെ മലയാളത്തിലേക്ക് റീമേക്ക് ചെയ്യണത് വെയിറ്റ് ചെയ്യും. അതാണ് നമ്മൾ കുറച്ച് കഴിഞ്ഞ വർഷം വരെ അങ്ങനെയാണ് വെച്ച് കഴിഞ്ഞാൽ തമിഴ് പടം വരെ നമുക്ക് അവിടെ അറിയാം. വിജയിന്റെ ആയാലും സൂര്യ ആയാലും ധനുഷ് ആയാലും വിക്രം ആയാലും ഓൾമോസ്റ്റ് നല്ല പടമാണെങ്കിൽ ഇപ്പൊ അല്ലു അർജുൻ ആയാലും കാന്താര പോലത്തെ പടങ്ങളൊക്കെ ഇവിടെ കളിച്ചാൽ KGF പോലത്തെ പടങ്ങൾ, ബാഹുബലി പോലത്തെ പടങ്ങൾ. അപ്പൊ നമുക്ക് അറിയാം ഇവിടെ മലയാളി എല്ലാ പടം കണ്ട് അക്സെപ്റ്റ് ചെയ്യും, കൈയടിക്കും. അവർക്ക് വേണ്ട സാധനം കിട്ടിയാൽ മതി. അപ്പോൾ അങ്ങനത്തെ പടങ്ങൾ ഇവിടെ നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് RR പോലത്തെ പടങ്ങൾ, അപ്പൊ എനിക്ക് മനസ്സിൽ സത്യം പറഞ്ഞാൽ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇങ്ങനത്തെ പടങ്ങളെ കൈയടിക്കുന്നത് മലയാളത്തിലൊന്നും അംഗീകരിക്കില്ല എന്നൊക്കെ നമ്മുടെ പ്രേക്ഷകരുടെ മനസ്സിലൊരു ചെറിയൊരു വിഷമിക്ക് തോന്നിയിരുന്നു. നമ്മുടെ പ്രേക്ഷകർ എങ്ങനെയാണോ എന്നൊക്കെ. പക്ഷെ സംഭവത്തിലുള്ള നല്ല പടങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അവരത് ആക്സെപ്റ്റ് ചെയ്യുന്ന ഏറ്റവും വലിയ തെളിവാണിത്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് നാളായിട്ട് തമിഴ് തെലുങ്ക് പടത്തിന്റെ അപ്ഡേഷനൊന്നുമില്ല. അപ്പൊ അങ്ങനെ കുറച്ച് പടങ്ങളാണ് നമ്മൾ ഇന്ന് അപ്ഡേഷന്റെ ഭാഗമായിട്ട് വന്നുള്ളത്. കുറച്ച് പടങ്ങൾ നമ്മൾ കാത്തിരിക്കുന്ന മൂവീസ് നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺസ് നമ്മൾ പുഷ്പ 2ന്റെ ടീസർ കണ്ടിരുന്നു. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടിട്ട് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ഈ പുഷ്പ 1 എനിക്ക് വലിയ ഇഷ്ടപ്പെട്ട മൂവി ഒന്നും അല്ലായിരുന്നു. 2.5 മണിക്കൂർ നമുക്ക് എന്റർടൈൻ ചെയ്തു, അത് ഇല്ലാന്ന് പറയുന്നില്ല. എനിക്ക് ബോറടിക്കാണ്ട് കണ്ടു എന്നുള്ളത്. വലിയൊരു ഹൈപ്പ് നാഷണൽ അവാർഡ് കൊടുത്ത അത്രയ്ക്ക് ഉണ്ടായിരുന്നു. നിങ്ങൾ വിലയിരുത്തുക, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ഇപ്പൊ സെക്കൻഡ് പാർട്ട് കണ്ടപ്പോഴും അതിന്റെ ടീസർ കണ്ടപ്പോഴും എനിക്ക് കണ്ട സീനായാലും ആൾ പണിയെടുത്തുണ്ട്, അല്ലു അർജുൻ പണിയെടുത്തിട്ടുണ്ട്. പിന്നെ ആളുടെ കരിയറിൽ ഒരു ഡിഫറെന്റ് ക്യാരക്ടർ, ഇപ്പൊ സാരിയൊക്കെ എടുത്ത് വരുന്ന ഒരു ക്യാരക്ടർ, ഫൈറ്റ് സീനൊക്കെ കണ്ടപ്പോൾ കുഴപ്പമില്ലെന്ന് തോന്നി. പിന്നെ സംഭവം കഥയും കാര്യങ്ങളൊക്കെ നമുക്കറിയാം, വേറെ ലെവലിലേക്ക് പോകുന്നു. ഒരു തെലുങ്ക് പടം ചെയ്യുമ്പോൾ വേണ്ട മസാലകൾ, കാര്യങ്ങൾ, പാട്ട്, ഫൈറ്റ് അതൊക്കെ ആഡ് ചെയ്തിട്ട് വന്ന പടമായിരിക്കും. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാൻ അല്ലു അർജുന്റെ ഒരു ഫാൻ കൂടിയാണ്. പക്ഷെ എനിക്ക് പുഷ്പ എനിക്ക് വലിയ ഈ ഹൈപ്പിനുള്ള പടം, നാഷണൽ അവാർഡിനുള്ള പടം ഒന്നും എനിക്ക് തോന്നിയില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്, എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്യുന്ന മൂവിയാണ്. ഈ വർഷം പടം ഉണ്ട് കേട്ടോ. അപ്പൊ അതുപോലെ നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ഒരു അടുത്ത മൂവിയാണ് ഇന്ത്യൻ 2. ഇന്ത്യൻ 1 കാണുന്നത് ഞാൻ വളരെ ചെറിയ കുട്ടിയുടെ സമയത്താണ്. എനിക്കൊക്കെ ഞാനൊരു UP LP കാലഘട്ടത്താണ്. എനിക്ക് പാട്ടുകളൊക്കെ നല്ല ഓർമ്മയുണ്ട്. കമൽഹാസൻ ഡിഫറെന്റ് ലുക്കിൽ വരുന്നതും കാര്യങ്ങളും, ഇന്ത്യയിലെ ഓരോ പാട്ടുകൾ ഭയങ്കര ഉണ്ട്. അതിലെ കമൽഹാസന്റെ ഏജ്ഡായ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുത്ത് കാര്യങ്ങൾ എനിക്ക് ഭയങ്കര ഓർമ്മയുണ്ട്. ഒരു ഫൈറ്റ് സീനിൽ ഇങ്ങനെ ചാക്കിന്റെ അള്ളിൽ തരി വീഴണമൊക്കെ അന്ന് കണ്ടൊരു ഓർമ്മ പറയുന്നു കേട്ടോ. പിന്നെ പാട്ടുകൾ, റഹ്മാൻ കാര്യങ്ങൾ, പാട്ടുകളൊക്കെ ഗംഭീര സംഭവമായിരുന്നു. അപ്പൊ ഇതില് അനിരുദ്ധാണ് ഇന്ത്യൻ 2 ചെയ്തുള്ളത്. ഡിഫറെന്റ് അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതിൽ BGM കുറിച്ചും ഒന്നും നമുക്ക് വിലയിരുത്താൻ പറ്റുന്നില്ല. പടം കണ്ടിട്ട് നമുക്ക് വിലയിരുത്താൻ പറ്റില്ല. ചിലപ്പോൾ പടത്തിന്റെ ആ സീനിന് ചെറിയ BGM ആയിരിക്കും. ഒരു ട്രെയിലറിലോ ടീസറിലോ ഒന്നും വിലയിരുത്താൻ പറ്റില്ല. പിന്നെ അനിരുദ്ധിനെ നമുക്കറിയാം. പിന്നെ കമൽഹാസൻ. ഇപ്പോൾ ഇന്ത്യൻ 1 ഉള്ള സമയത്തുള്ള പല ആക്ടേഴ്സ് ഒന്നും ഇല്ല. ഇതിലിപ്പോൾ നെടുമുടി വേണു ഉണ്ടായിരുന്നു മലയാളത്തിൽ നിന്നാണെങ്കിൽ. പിന്നെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു മലയാളത്തിൽ നിന്ന്. കറക്റ്റ് ഓർക്കുന്നില്ല. കൊച്ചി അനീഫ് ഉണ്ടാണെന്ന് തോന്നുന്നു. പല ആളുകൾ ഇന്ന് കുറെ ആളുകൾ ഇന്നില്ല. അപ്പോൾ പിന്നെ ജനറേഷന്മാരായിട്ടൊക്കെ പടം ചെയ്യണ്ട, അതിന്റെ അപ്ഡേറ്റിലും പടം ചെയ്യണ്ടാവുക. ശങ്കറാണ് ആള്. അപ്പൊ അതിൻ്റെതായ മാറ്റങ്ങളുണ്ട്. എന്തായാലും അത് നമ്മൾ വെയിറ്റ് ചെയ്യുന്നൊരു മൂവിയാണ് കേട്ടോ. ഈ അനിരുദ്ധ് എന്തായാലും നമുക്കൊരു സന്തോഷം കൂടി തരുന്നുണ്ട്.
റഹ്മാനായിരുന്നെങ്കിൽ കുറച്ച് നന്നായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എനിവേ അതൊക്കെ ഓരോ പേഴ്സണൽ ഒപ്പീനിയനാണ്. ആടുജീവിതത്തിലെ റഹ്മാന്റെ മ്യൂസിക് രക്ഷയുണ്ടായിരുന്നില്ല, റസൽ കുട്ടി കൂടി ചേർന്ന സമയത്ത് വേറെ ലെവലായിരുന്നു. അപ്പൊ ആളെന്നെ മോശമായിട്ടുള്ള പല വന്നിട്ടുണ്ട്. അപ്പൊ അതൊന്നും നോക്കിയിട്ട് കാര്യം, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇന്ത്യ 2 കമലഹാസനാണ്, ഉലക നായകനാണ് അഭിനയിക്കുന്നത്. അപ്പൊ അങ്ങനെ അടുത്തൊരു പടം നമ്മൾ വെയിറ്റ് ചെയ്യുന്നൊരു മൂവിയാണ് കേട്ടോ. അതുപോലെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നൊരു മൂവിയാണ് എട്ടയാൻ. നമ്മുടെ തലസ്ഥാന നഗരിയിൽ വന്നു പോയിരുന്നു രജനി ഫഫ. അതൊരു മൂവി ആയിരിക്കും, നല്ല പ്രതീക്ഷയുള്ളൊരു മൂവിയാണ്. ഫഹദ് ഫാസിലും കൂടി ചേരുന്ന സമയത്ത് എന്തായാലും നമുക്കതൊരു നല്ല പ്രതീക്ഷ തരുന്നൊരു മൂവിയാണ് കേട്ടോ. അത് ഈ വർഷം തന്നെ റിലീസിനുണ്ടായിരുന്നു, ഒക്ടോബർ മാസം എന്നാണ് റിലീസിന് തോന്നുന്നു. അതെന്തായാലും ഏകദേശം കൺഫേം ആണ്. എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്താം. കാരണം അതിൻ്റെ വർക്ക് സംബന്ധമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു മൂവിയാണ് രജനിയുടെ, നമ്മുടെ ദളബ് അണ്ണൻ്റെ. അതുപോലെ നമ്മൾ പ്രതീക്ഷിക്കുന്ന അടുത്ത മൂവിയാണ് അണ്ണൻ്റെ വിജയ് ഇളയ ദളപതി ഗ്രേറ്റസ്റ്റ് ഓൾ ടൈം വെങ്കട് പ്രഭു. നമ്മുടെ തലസ്ഥാന നഗരിയിൽ അത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. 2 പടം ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പോൾ വിജയിൻ്റെ ഭയങ്കര പ്രതീക്ഷ വരുന്നൊരു പടമാണ്. അപ്പം അതും വെയിറ്റ് ചെയ്യുന്നൊരു മൂവിയാണ് നമ്മൾ. അതുപോലെ നമ്മൾ കുറച്ച് കാലമായിട്ട് ഫെബ്രുവരിയിലൊക്കെ നമ്മൾ ഫസ്റ്റ് പോസ്റ്റ് വന്നത് അല്ലേ, അതെ, ലക്കി ഭാസ്കറിൻ്റെ ദുൽഖർ തിരിഞ്ഞു നിൽക്കുന്നൊരു ഫോട്ടോ. പിന്നെ അതിൻ്റെ ആ ഫോട്ടോൻ്റെ ഫ്രണ്ട് ഭാഗം കാണിച്ചൊരു ഫോട്ടോ ഒക്കെ നമ്മൾ കണ്ടിരുന്നു. പിന്നെ ഡയറക്ടർ ആരാ, വെങ്കി ചേട്ടൻ, മീനാക്ഷി ചൗധരി, ദുൽഖർ. ആള് മുമ്പ് ചെയ്ത പടം വമ്പ ഹിറ്റായിരുന്നു. പടത്തിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. അതിനുശേഷം ദുൽഖർ ഒന്നിക്കുന്നു. അപ്പൊ DQ ഒന്നിക്കുന്ന ഒരു പടം സത്യം പറഞ്ഞ ഇത്രയും നാൾ എവിടെയായിരുന്നു എന്ന ചോദ്യത്തിന് ഈ വർഷം തന്നെ പടം ഉണ്ട്. 2-3 മാസത്തിനുള്ളിൽ റിലീസ് ഉണ്ടായിരിക്കണം. വാദ്യം തോന്നുന്നു, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ, ഡൗട്ട്. ആള് മുമ്പ് ചെയ്ത പടം വെങ്കിച്ചേട്ടൻ. ഓക്കെ. അപ്പോൾ ദുൽഖർ ലുക്കും പോസ്റ്റൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഒരു പഴയ നോട്ടുകൾ, ആളൊരു ബിൽഡിങ്ങിന്റെ ഇടയിലൊക്കെ ഫിനാൻഷ്യലി കൺസൾട്ടന്റോ അല്ലെങ്കിൽ ഒരു ഓഹരി സൂചികയൊക്കെ ബന്ധപ്പെട്ടുള്ളൊരു മൂവി ആയിരിക്കും. പഴയ കാലഘട്ടമാണ് കാണിക്കുന്നത്. ആളെ മുഖമൊക്കെ ക്ലീൻ ഷേവ് ഒക്കെ അടിച്ചൊരു ഭയങ്കര പ്രത്യേക ലുക്കിലാണ് ആള് വന്നിട്ടുള്ളത്. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞ ദുൽഖറിന്റെ പടം ഞാൻ ഭയങ്കര വെയിറ്റ് ചെയ്തൊരു മൂവിയാണ്. DQ നമുക്കറിയാം. DQ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ എന്താ പറയുക, കുറച്ച് നാളുകൾ കൊണ്ട് 12 വർഷത്തെ കരിയറിൽ പാൻ ഇന്ത്യ സ്റ്റാറായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ പടം പാൻ ഇന്ത്യ സ്റ്റാറാണ്. പക്ഷെ ആള് കുറച്ച് കൂടിയൊക്കെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ സമയമെടുത്ത് പോകേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ ആളെ കരിയറിന് എടുത്ത് അറിയാൻ പറ്റും, കരിയോഗ്രാഫ് എടുത്ത് അറിയാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇട്ട് ഇപ്പോൾ രാജാന്റെ കരിയറൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാലോ, ആ രീതിയിൽ എത്തേണ്ട ഒരു നടനാണ് ശരിക്കും. അപ്പൊ ഇനി ആൾക്ക് അവസരങ്ങൾ കിട്ടട്ടെ, ഇനിയും നല്ല പടങ്ങൾ വരും, വെയിറ്റ് ചെയ്യാം നമുക്ക്. കാരണം DQ നമുക്കറിയാം ക്രൗഡ് പുള്ളറാണ്, മലയാളത്തിന്റെ ക്രൗഡ് പുള്ളറാണ് യൂത്തില്. ഇപ്പൊ അങ്ങനെ ഒരാളില്ല തന്നെ പറയട്ടെ. നല്ല പടം കണ്ട ആൾക്കാർ കയറിയത് ഏറ്റവും വലിയ തെളിവാണ് മഞ്ഞുമൽ ബോയ്സും പ്രേമലും ആടുകളൊക്കെ, ആട് ജീവിതമൊക്കെ. അപ്പൊ നമ്മളൊരു വെയിറ്റ് ചെയ്യുന്നൊരു വലിയ മൂവിയാണ് കേട്ടോ. ഭയങ്കര പ്രതീക്ഷയുള്ള മൂവിയാണ്. പിന്നെ മീനാക്ഷി ചേച്ചിയും കൂടി ചേരുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു സാധനം ഉണ്ടല്ലോ, പിന്നെ ആള് സീരിയസ് ആണ് കുറച്ച്. പിന്നെ നമ്മുടെ വിക്രം ടീച്ചറെ കണ്ട് തരിച്ചിരിക്കുന്നതാണ് നമ്മൾ ഓൾറെഡി. അത് ഈ വർഷം തന്നെ ഉണ്ടാകുമെന്ന് ഏകദേശം തീരുമാനമായിട്ടുണ്ട്. കുറേ ബിഗ് ബഡ്ജറ്റ് പടങ്ങൾ വരുന്നുണ്ട് കേട്ടോ. ഇതൊരു ചിത്രത്തിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. ഇനി റിലീസ് ഡേറ്റ് ഒന്നോട്ട് മാറ്റി, ഇനി റിലീസ് ആയതിനു ശേഷം നമുക്ക് പറയാല്ലേ. ഇപ്പം ലാസ്റ്റ് റിലീസ് ഡേറ്റ് മാറ്റി വെച്ചാൽ ഞാൻ ബുക്ക് മൈഷയിലൊക്കെ നോക്കിയപ്പോൾ കിടക്കുന്നതിന് ബുക്ക് ചെയ്യാൻ പോയി കിട്ടുന്നില്ല. അപ്പം അന്ന് മാറ്റി വെച്ചുള്ളതാണ്. വിക്രമിൻ്റെ ഒരു ഫാനാണ്. എനിക്ക് അന്യം മുതൽ ഞാൻ ഫാനാണ് ശരിക്കും ഞാൻ വിക്രം ഫാനാണ് കേട്ടോ. പിന്നെ ആളെ പടങ്ങൾ കണ്ട് ഞാൻ ഫാനച്ച കൊല്ലത്തിലൊരു പടം ചെയ്യും ആള്. പിന്നെ തിരിച്ചുവരവാണ്. അതിനിടയ്ക്ക് നല്ല പടങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെയിറ്റ് ചെയ്തൊരു മൂവിയാണ്. പിന്നെ കങ്കുവ വർക്കൊക്കെ കഴിഞ്ഞിട്ട ഡബിങ് ഫൈനൽ സ്റ്റേജ് കഴിഞ്ഞ് ഇന്നലെ ഞാനായിട്ട് അതിൻ്റെ ഒരു അനൗൺസ്മെന്റ് ആയിരുന്നു. കങ്കുവേൻ്റെ സെറ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ വർഷം റിലീസ് പ്രതീക്ഷിക്കുന്ന ഒരു മൂവി തന്നെയാണ് കങ്കു. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. ഒരു വലിയ വരുന്ന സെക്കൻഡ് പാർട്ട് കൂടി ഉണ്ടായിരിക്കും, അതിൻ്റെ ഷൂട്ട് കൂടി ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിലൊരു അവസാനം പടം സെക്കൻഡ് പാർട്ട് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു സസ്പെൻസ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കേട്ടിരുന്നു. അപ്പോൾ ബിഗ് ബഡ്ജറ്റ് പടങ്ങൾ നമ്മുടെ തമിഴിൽ നിന്ന് വരാനിരിക്കുകയാണ്. നാളെ നമ്മുടെ ദിവസമാണ്, ബിഗ് ഡേ ആണ്. അതുപോലെ തന്നെ ബഡാമിയൻ ചോട്ടാമിയാൻ നാളേക്ക് മാറ്റി, ഇന്ന് റിലീസില്ല നാളേക്ക് മാറ്റി. ഇന്ന് കാണാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ട് നാളേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ കുറെ ക്ലാഷ് റിലീസുകൾ നമുക്ക് പ്രതീക്ഷിക്കട്ടെ. ഇതിൻ്റെ ഒപ്പം ഇന്ത്യൻ 2ന്റെ ഒപ്പം ബസൂക്ക ടർബോ റിലീസ് വരുന്നുണ്ട്. പിന്നെ അടുത്ത മാസം നമുക്ക് വേണ്ട പടങ്ങളാ. നിവിൻ്റെ പടം ഉണ്ട്, മലയാളി ഫ്രം ഇന്ത്യ. അതുപോലെ തന്നെ
ചെക്കൻ്റെ പടം ഉണ്ട്, നടിഗർ മറ്റേ നടിഗർ എന്തോ സോറി ആ പേര് എന്തോ സ്ട്രൈക്കായിട്ട് ഒഴിവ്, നടിഗറിന് മാത്രമാക്കിയല്ലേ. ഓക്കെ, അപ്പോൾ അടുത്ത മാസം നമ്മുടെ പടങ്ങളും വേണ്ടതുണ്ട്. അപ്പോൾ ഈ മാസം വെച്ച് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ 4ാമത്തെ 100 കോടി അടിക്കുകയാണ്. ഓരോ മാസത്തിൽ 100 കോടിയാണ് പ്ലാൻ ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇൻഡസ്ട്രി ഗ്രോ ചെയ്യാണ്, എല്ലാ മേഖലയിലും ഗ്രോ ചെയ്യും. സത്യം പറഞ്ഞാൽ തമിഴ് ഇൻഡസ്ട്രി ഇപ്പോൾ വളരെ മോശം അവസ്ഥയിലാണ് കടന്നു പോയിക്കൊണ്ടിരിക്കും. പടങ്ങളൊക്കെ വന്നിട്ട് വേണം അവർക്കൊരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ടുള്ള കാര്യം പറയാലോ. നമ്മുടെ പടങ്ങളൊക്കെയാണ് ഇപ്പോൾ അവിടെ കളക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ബോളിവുഡ് ഇൻഡസ്ട്രി ആയാലും ഭയങ്കര സ്ട്രഗിൾ സ്റ്റേജിലുള്ളത്. അപ്പം അത് നടത്തി രാജുവേട്ട അവിടെ വില്ലനൊക്കെ ആയിട്ട് പടം നാളെ റിലീസാണ്. വിടാമിയൻ, ചോട്ടാമിയൻ, അങ്ങനെ ഒരുപാട് പടങ്ങൾ വരുന്നു. നമ്മുടെ ആൾക്കാരൊക്കെ വളരെ രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എല്ലാ ഇൻഡസ്ട്രിയിലും പാൻ ഇന്ത്യയിലെ എല്ലാ ലാംഗ്വേജിലും പൃഥ്വിരാജ് തരംഗമാണ് ശരിക്കും. സലാറ് പടം നമുക്ക് ഏകദേശം 500 കോടി രൂപയുടെ മുകളിൽ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബെഡാമിയൻ, ചോട്ടാമിയൻ എന്തായാലും ഇലക്കും. ആടുജീവിതം, ഇനിയിപ്പോൾ സംവിധായകൻ, ഡിസ്ട്രിബ്യൂട്ടർ, എല്ലാ മേഖലയിലും തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി വേറൊരു വലിയൊരു ന്യൂസായിട്ട് വരുന്നുണ്ട് ആള് നമ്മുടെ ഇൻഡസ്ട്രിയിൽ തന്നെ. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ. എല്ലാ പടങ്ങളും എൻജോയ് ചെയ്യുക, ഫാമിലിയായിട്ട് അടിച്ച് പൊളിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. കേഷ് ബൈ.